ഹലോ. അപ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഒരു കോമ്പാറ്റ് മാർഷൽ ആർട്സ് ബേസ്ഡ് ഫുൾ മാർഷൽ ആർട്സ് കോമ്പാറ്റ് ബേസ്ഡ് ചാനലാണ്. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എപ്പോഴത്തെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, നമ്മുടെ പ്രശസ്തനായിട്ടുള്ള RC സർ, രവിചന്ദ്രൻ സി സർ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ളവർക്ക് മിക്കവാറും, കാരണം യൂട്യൂബിലൊക്കെ അദ്ദേഹം വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം സ്പിരിച്വാലിറ്റി, റിലീജിയൻ, എയ്ത്തിസ്റ്റ് മൂവ്മെൻറ്റ്സ്, അറിയാലോ, ഹിസ്റ്ററി, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതായിട്ട് ഒരുപാട് പൊളിറ്റിക്സ്, ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്, നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഐ റെസ്പെക്ട്, നല്ലൊരു സ്പീക്കറാണ്. പിന്നെ പലർക്കും പല വ്യൂ പോയിൻറ്റ്സ് ആണല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്ന വ്യൂ പോയിൻറ്റ്സിനോട് പലതിനോടും നമുക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം. അതെല്ലാം ഓരോരുത്തരുടെ വ്യൂ പോയിൻറ്റ്സ് ആണ്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്, അത് വേറെ. പിന്നെ നമ്മുടെ ഒരു കോമ്പാറ്റ് ബേസ്ഡ് ആണ്. നമ്മൾ ഈ റിലീജിയൻ, സ്പിരിച്വാലിറ്റി ഒന്നും അല്ല ചർച്ച ചെയ്യുന്നത്. ഓക്കെ, മാർഷൽ ആർട്സിലൂടെ സ്പിരിച്വാലിറ്റി അത് വേണേൽ ചർച്ച ചെയ്യാം, പക്ഷേ അല്ലാത്ത പക്ഷേ നമ്മളതൊന്നും ചർച്ച ചെയ്യാറില്ല. അപ്പോൾ അത് വേറെ. പക്ഷേ അദ്ദേഹത്തോട് യോജിക്കാതിരിക്കുക, ഇപ്പം ഞാൻ പോലും അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളോടും യോജിക്കാറില്ല. കാരണം അതെല്ലാം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണല്ലോ, സ്പിരിച്വാലിറ്റി, റിലീജിയൻ എന്നൊക്കെ പറയുന്നത്. ബട്ട് വൺ തിങ് ഈസ് ദെയർ, ഐ റെസ്പെക്ട് ഹിം. പോപ്പുലർ പേഴ്സണാലിറ്റിയാണ്, നല്ലൊരു സ്പീക്കറാണ്, അത്യാവശ്യം നല്ല നോളജുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഞാൻ വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ കണ്ടത്. പതിവിന് വിപരീതമായി RC രവിചന്ദ്രൻ സാറ് നമ്മുടെ മൈക്ക് ടൈസൺ, ജേക്ക് പോളിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു, ഞാൻ ആ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം, ലിങ്ക്. അല്ലാതെ പക്ഷേ അവരുടെ കണ്ടന്റ് എടുത്ത് നമുക്ക് വീഡിയോയിൽ കാണിക്കണമെന്നുണ്ട്, കാരണം കോപ്പിറൈറ്റ് ഒക്കെ വരുമല്ലോ, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾ പോയി കാണുക. അപ്പോൾ ആരോ ഒരാൾ ചോദിക്കുകയാണ്, പുള്ളിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം ഇതാണ്, രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, ഈ ജേക്ക് പോൾ മൈക്ക് ടൈസൺ ഫൈറ്റിനെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു. പിന്നെ രണ്ടാമത്താണ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, ഈ ബോക്സിംഗ്, മാർഷൽ ആർട്സ്, കോമ്പാറ്റ് ഈവൻറ്റ്സ് എല്ലാം ബാൻ ചെയ്ത് കളയണോ എന്നുള്ളത്. അപ്പോൾ പുള്ളി എപ്പോഴത്തേം പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. അതായത് ആദ്യത്തെ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ജേക്ക് പോൾ മൈക്ക് ടൈസൺ ഫൈറ്റ് അത് ഒരു റിഗ്ഡ്, നമ്മൾ പറയത്തില്ല റിഗ്ഡ് എന്ന് പറഞ്ഞാൽ അതൊരു സത്യമല്ലായിരുന്നു, ഒരു സ്റ്റേജ്ഡ് ഷോ ആയിരുന്നു, ഒരു തമാശയ്ക്ക് ആളുകളെല്ലാം യഥാർത്ഥമല്ലായിരുന്നു എന്ന് അങ്ങനെ രീതിയിൽ പറയുന്നുണ്ട്. അത് ശരിയാണ്, പലവരും, അതിപ്പോൾ നമ്മൾ കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ആളുകൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫൈറ്റ് വിജയിച്ചു ആക്ച്വലി. അതാണ് സത്യാവസ്ഥ. ജേക്ക് പോളിൻ്റെ മിടുക്കാണ്. ഇതിപ്പോൾ ഇന്ത്യയിൽ ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്, ജേക്ക് പോളിൻ്റെ മിടുക്കെന്ന് ഞാൻ പറയാൻ കാരണം, ജേക്ക് പോൾ എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ടൈസൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തത്. നമ്മളെല്ലാവരും ടൈസന് വേണ്ടിയാണ് അത് കണ്ടത്. ടൈസൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തത് അവൻ്റെ ബുദ്ധിയാണത്. വെറും 27 വയസ്സേ ഉള്ളൂ. അവൻ്റെ ബിസിനസ് ബുദ്ധിയാണ്. നെറ്റ്ഫ്ലിക്സിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കുറേ പേര് കണ്ടു. ഇത് മറ്റ് മലയാളീസും കോമ്പാറ്റിനെ കുറിച്ച് സംസാരിക്കാത്ത കുറേ മലയാളീസ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാനും കണ്ടു അത്, ഫേസ്ബുക്കിലും അവിടെയൊക്കെ ടൈസൻ്റെ ഇതിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ടൈസന് വേണ്ടിയാണ് നമ്മൾ കണ്ടതെങ്കിലും ജേക്ക് പോളിൻ്റെ ബുദ്ധിയാണ്. നെറ്റ്ഫ്ലിക്സിൽ കൊണ്ടുവരിക, ബ്രോഡ്കാസ്റ്റിംഗ്, അങ്ങനെ ഇന്ത്യൻ ഓഡിയൻസ് ഒരുപാട് കണ്ടു, എല്ലാവരും ലോകമെമ്പാടും കണ്ടു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും, സ്റ്റേജ്ഡ് ആണെങ്കിലും റിയൽ ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, ആ സ്റ്റേഡിയം പാക്ഡ് ആയിരുന്നു. ജേക്ക് പോൾ ടൈസൺ ഫൈറ്റിൽ സ്റ്റേഡിയം പാക്ഡ് ആയിരുന്നു. പിന്നെ ഇത് മെയിൻ കാർഡ് മുഖ്യ ഫൈറ്റ് ആയിരുന്നു. ഇതിന് അപ്പുറം വേറെ ഫൈറ്റുകൾ ഉണ്ടായിരുന്നു അതിനകത്ത്. അതെല്ലാം നല്ല വെടിക്കെട്ട് ഫൈറ്റുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ കാണുകയാണ്, എനിക്ക് തോന്നുന്നു കോ മെയിൻ ഇവൻറ്റ് ലേഡീസ് ഫൈറ്റ് ആയിരുന്നു. അതിനപ്പുറം വന്ന ഫൈറ്റ് അതും നല്ല ഫൈറ്റായിരുന്നു. ടൈസൺ ജേക്ക് പോൾ ഫൈറ്റും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഗംഭീരമായിരുന്നു. അതിനകത്ത് ഫുൾ അഭിനയം എന്ന് പറയാൻ പറ്റില്ല, നോ. അതാണ് ജേക്ക് പോളിൻ്റെ ഒരു ബുദ്ധിയാണ്, ഒരു ബിസിനസ് ബുദ്ധിയാണ്. റിയൽ ആണോ എന്ന് ചോദിച്ചാൽ റിയൽ ആണ്, റിയൽ അല്ലേന്ന് ചോദിച്ചാൽ അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റ് ആണ് അതിനകത്ത് വരുന്നത്, അവൻ്റെ ബുദ്ധിയാണ്. ഇനി നോക്കി, ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേഡിയം പാക്ഡ് ആയിരുന്നു, ഫുള്ളായിരുന്നു, എത്രയോ ആളുകൾ ഇത് കണ്ടു. ഇതൊന്നും എനിക്ക് തോന്നുന്നു ഈ കോമ്പാക്ട് കമ്പനികളുണ്ട്, അവർക്ക് പോലും ഒരുപക്ഷെ ഇത്ര റീച്ച് കിട്ടുന്നില്ല.
UFC 1FC പോലുള്ള കോമ്പാറ്റ് കമ്പനികൾക്ക് പോലും ആളുകൾ, ഇതിപ്പം നമ്മുടെ നാട്ടുപുറത്തുള്ള ആളുകൾ ഫുള്ള് കണ്ടു ഇത്, ഈ ടൈസൺ. അതാണ് ജേക്ക് പോളിൻ്റെ ബുദ്ധി. അവൻ ഇനിയും ഫൈറ്റുകൾ ഇതുപോലെ വെക്കും, അതും ആളുകൾ കാണും. അതാണിത്. നെറ്റ്ഫ്ലിക്സിൽ വരികയാണെങ്കിൽ എന്നാലും കാണും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു സംഭവം. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ രവിചന്ദ്രൻ സാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അത് വി ഹാവ് ടു റെസ്പെക്ട് ഇറ്റ്. അത് പറഞ്ഞു. ഇനിയും രണ്ടാമത്തെ പാർട്ട്, മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. അപ്പോൾ അതിനകത്ത് ഈ ബോക്സിങ് മുതലായവ ബാൻ ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ അത് സ്റ്റേജ്ഡ് ഒരു നാടകമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ബാനിലേക്ക് വരുന്നതെന്നുള്ളത്, അത് ആ ചോദ്യം ചോദിച്ച ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട്, പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അഭിപ്രായം പറയാം. അപ്പോൾ അതിനകത്ത് രവിചന്ദ്രൻ സാർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, യെസ്, ബോക്സിംഗ് ഭയമുണ്ടാക്കുന്നു, കോമ്പാറ്റ് സ്പോർട്സ് ഭയമുണ്ടാക്കും. തീർച്ചയായിട്ടും അത് സത്യമാണ്. അപ്പോൾ ലാസ്റ്റ് പുള്ളി പറയുന്നുണ്ട് അത് ബാൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് ഇങ്ങനെയുള്ള സ്പോർട്ടുകൾ വേണ്ട എന്നുള്ളത്, കോമ്പാറ്റ്. അത് എഗെയിൻ ഞാൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ റെസ്പെക്റ്റോടെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഇതുപോലുള്ളൊരു പോപ്പുലർ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ റെസ്പെക്റ്റോടെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ലൈക്ക് എ ജെന്റിൽമാൻ. അല്ലെങ്കിൽ ഒന്നുമില്ല, ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതുപോലെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എന്തുവേണമെങ്കിലും പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ച്, റെസ്പെക്റ്റഡ് ആളിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പ്രൊഫസറൊക്കെയാണ് അദ്ദേഹം, അപ്പോൾ യു കീപ്പ് റെസ്പെക്റ്റ്. ഓക്കെ, അല്ലാതെ പക്ഷേ ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യും. റെസ്പെക്റ്റോടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ മാർഷൽ ആർട്സ്, കോമ്പാറ്റ് ബോക്സിംഗ് ബാൻ ചെയ്യണം, കാരണം അത് ശരീരത്തിന് ക്ഷതമേക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിനൊരു ഞാൻ വളരെ റെസ്പെക്റ്റോടുകൂടി അഭിപ്രായം കേട്ട് ഞാനത് റെസ്പെക്റ്റോടുകൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, സാർ അത് ഇത് പണ്ടത്തെ പോലെയല്ല. പണ്ട് കാലത്തുണ്ടായിരുന്നു ഈ ആളുകൾക്ക് സമ്മതമില്ലാതെ അവരെ തമ്മിൽ ഫൈറ്റ് ചെയ്യിപ്പിച്ച ആളുകൾ രസം. ഇപ്പോഴത്തെ ഫോർമുല അങ്ങനെയല്ല. ഇത് കോമ്പാറ്റ് സ്പോർട്സ് നടത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ സ്കൂൾ കായിക മേളയിൽ നടന്നല്ലോ, ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടിയല്ലേ നടന്നത്. അത് ഗവൺമെൻറ് സ്കൂൾസിലെ പിള്ളേരല്ലേ മത്സരിക്കുന്നതിനകത്ത്. വൂഷു, ബോക്സിങ്, പരിക്കൊക്കെ പറ്റും. അത് കോമ്പാറ്റ് സ്പോർട്സ് അല്ലേ, അതിപ്പോൾ എല്ലാ സ്പോർട്സിലും പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോമ്പാറ്റ് ഇനത്തിൽ ഈ ഫൈറ്ററിനെ ഫോൺ വിളിക്കുന്നു, കമ്പനിയുടെ ആളുകൾ ഫോൺ വിളിക്കുന്നു. എന്നിട്ട് എടാ മോനെ, നിനക്കൊരു ഫൈറ്റ് ഉണ്ട്, അത് റെഡിയാണോ, നിനക്ക് ഇറങ്ങാൻ പറ്റുമോ? ഫൈറ്ററാണ് പറയുന്നത്, യെസ് ഇറങ്ങാം. അപ്പോൾ അവൻ ട്രെയിനിങ് ചെയ്യുന്നു, വന്നിട്ട് അവൻ കോൺട്രാക്റ്റിൽ ഒപ്പിടും. ഇതെല്ലാം കോൺട്രാക്റ്റ് വെച്ചിട്ടാണ്, വെറുതെ ഇവർ കയറിയും ഫൈറ്റും ഇല്ല. കോൺട്രാക്റ്റ് വെച്ചിട്ട്, അപ്പോൾ അതിനകത്ത് ആ കോൺട്രാക്റ്റിലെല്ലാം ഉണ്ടായിരിക്കും ഈ ഫൈറ്റിലൂടെ ഇതിന് പരിക്ക് പറ്റാം, അപകടം പറ്റാം. അപ്പോൾ അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, അവന് മണി കിട്ടുന്നുണ്ട്, റിവാർഡ് കിട്ടുന്നുണ്ട്, പ്രതിഫലം കിട്ടുന്നുണ്ട്. ഹീസ് ലൈക്ക് എ വർക്കർ, പ്രൊഫഷണൽ ഫൈറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ സമ്മതത്തോടു കൂടി അവന് ക്യാഷ് കിട്ടിയിട്ടാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നത്. അവൻ്റെ ഫുൾ സന്നാഹത്തോടു കൂടിയാണ്, ടീമോട് കൂടിയാണ് വരുന്നത്. എന്നിട്ട് അവൻ ഫൈറ്റ് ചെയ്യുന്നു, അത് ആളുകൾ കാണുന്നു. അപ്പോൾ അതിൻ്റേതായ റിസ്ക് അവനുണ്ട്. അവൻ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരല്ലല്ലോ ഫൈറ്റ് ചെയ്യുക, അവൻ ട്രെയിനിങ് എടുത്തിട്ടാണ് വരുന്നത്. പിന്നെ ഇതെല്ലാം കൺട്രോൾഡ് എൻവയൺമെൻറ്റാണ്, ഒരു റെഫറി ഉണ്ട്, കൺട്രോൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊരു സ്പോർട്സാണ്, ഒരു കായികമനമാണ്. എല്ലാ സ്പോർട്സിനെയും പോലെ ഇതൊരു സ്പോർട്സാണ്. ഇപ്പോൾ ബാൻ ചെയ്യണം എന്ന് പറയുന്നത്, യെസ്, ഓരോരുത്തരുടെയും പേഴ്സണൽ, ഞാൻ വീണ്ടും പറയാം, പേഴ്സണൽ ഒപ്പീനിയനാണ്. ബട്ട് ബാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു. ഞാൻ പറയുന്ന പോയിന്റുകൾ വെച്ച് ബാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അങ്ങനെ നോക്കുമ്പോൾ എല്ലാം റിസ്ക്കാണ്. ഇപ്പം ഫുട്ബോൾ റിസ്ക് അല്ലേ? ഫുട്ബോൾ ഓടുമ്പോൾ ഞാൻ എൻ്റെ എത്രയോ ഫ്രണ്ട്സിന് നീ റിലേറ്റീവ്സിനൊക്കെ ഫുട്ബോൾ കളിക്കുമ്പോൾ നീ ഉണ്ടല്ലോ, മുട്ടിൻ്റെ അതങ്ങ് പോയി, അറിയാമല്ലോ, പരിക്ക് പറ്റിയിട്ടുണ്ട്. അതേപോലെ ഹെഡ് ഇഞ്ചുറി പറ്റുന്നു, ഈ കൂട്ടത്തോടെ ഇടിച്ച് ഫുട്ബോൾ കളിക്കുമ്പോൾ. അതേപോലെ ക്രിക്കറ്റ്, ആ പന്ത് പതിച്ചിട്ട് എത്രയോ പേർക്ക് കണ്ണ്, ഇതൊക്കെ അപകടമില്ലേ? നേരെ ആ സ്റ്റിച്ച് ബോൾ ഉണ്ടല്ലോ, നേരെ വന്ന് കണ്ണിൽ പതിച്ച് എങ്ങനെ ഉണ്ടായിരിക്കും? എത്രയോ പേർക്ക് അപകടം, നിങ്ങൾ ചിന്തിച്ച് നോക്കും. അതേപോലെ ലോങ് ഡിസ്റ്റൻസ് ഓട്ടം, ഇത് കണ്ടുകൊണ്ട് പിള്ളേർ ഓടുന്നു, അപ്പോൾ കുഴഞ്ഞു വീഴുന്നു, റിസ്ക് അല്ലേ? ബോഡി ബിൽഡിങ്, എസ്പെഷ്യലി കോവിഡിന് ശേഷം എത്രയോ പേര് ബോഡി ബിൽഡിങ്ങിലൂടെ റിസ്ക്, കാർഡിയക് റിസ്ക് ഒക്കെ വന്നിട്ട്, പവർ ലിഫ്റ്റിംഗ് റിസ്ക് അല്ലേ? നടുവിന് റിസ്ക് അല്ലേ? ഇതെല്ലാം പോട്ടെ, സ്പോർട്സ് വിട്ട് നമുക്ക് ആർട്സിലേക്ക് പോകാം. സിനിമയിൽ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി, ഫാൻറ്റസി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അത് കാണിക്കുന്നത്. എന്തൊക്കെയാണ് കാണിക്കുന്നത്? റിസ്ക് അല്ലേ? സൊസൈറ്റിക്ക് റിസ്ക് അല്ലേ? പിള്ളേർക്ക് റിസ്ക് അല്ലേ? അപ്പം അങ്ങനെ റിസ്ക് എല്ലാത്തിലും ഉണ്ട്. അപ്പം ഐ തിങ്ക് ബാൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര എക്സ്ട്രീം സ്റ്റെപ്പായി പോയില്ലേ, എസ്പെഷ്യലി സ്പോർട്സ് ആർട്സ് ഒക്കെ. എല്ലാത്തിനും അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, അതെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട്. പിന്നെ ഈ സ്പോർട്സ് ആണെങ്കിൽ തന്നെ, ആർട്സ് ആണെങ്കിൽ തന്നെ, ഇത് ലീഗലായിട്ട് ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ സമ്മതത്തോടു കൂടിയാണ് പോകുന്നത്. അല്ലാതെ
ഇപ്പോൾ ഹിഡനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നമ്മൾ പറയാം അത് അങ്ങനെ നടക്കാൻ പാടില്ല, ബാൻ ചെയ്യണമെന്ന്. സർക്കാർ അറിയാതെയാണ് നടത്തുന്നതെങ്കിൽ. ഇത് ഈ ഗവൺമെൻറ് സിസ്റ്റം അതോറിറ്റീസിൻ്റെ എല്ലാം അനുവാദം എടുത്തിട്ടാണല്ലോ ഇവർ ഈ ഇതുപോലുള്ള ടൂർണമെൻറ്റുകൾ, ഏത് ടൂർണമെൻ്റ് ആണെങ്കിലും സംഘടിപ്പിക്കുന്നത്, എസ്പെഷ്യലി കോമ്പാറ്റ്. പിന്നെ അത് ചെയ്യേണ്ട, ഒളിച്ചും പാത്തും ആണെങ്കിൽ നമുക്കത് സമ്മതിക്കാൻ പറ്റില്ല, കാരണം റിസ്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എനിക്ക് തോന്നുന്നു ബാൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ബാൻ ചെയ്യാനുള്ളത് പലതും ഉണ്ട് ഇവിടെ ഓൾറെഡി. ഇപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പം തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ പല രാജ്യങ്ങൾ, ഇപ്പോൾ റഷ്യ, യുക്രൈൻ, ഇവരെല്ലാം യുദ്ധത്തിലേർപ്പെടുവാണ് പല കാരണങ്ങളാൽ. മതം, ദേശത്തിൻ്റെയൊക്കെ ടെറിട്ടറി, യുദ്ധത്തിലേർപ്പെട്ട് മിസൈലുകൾ വർഷിക്കുകയാണ്. അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നടക്കാൻ പാടില്ലാത്തത്, ബാൻ ചെയ്യേണ്ടത്. അപ്പോൾ അല്ലാതെ സ്പോർട്സ് ആർട്സൊക്കെ നമുക്ക്, കോമ്പാറ്റ് സ്പോർട്സ് ഒന്നും ബാൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ബട്ട് കീപ് റെസ്പെക്റ്റ്. ദാറ്റ്സ് ഓൾ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്കിത്, കാരണം ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് RC രവിചന്ദ്രൻ സാർ ഇങ്ങനെ ഒരു മാർഷൽ ആർട്സിനെ കുറിച്ചൊരു വീഡിയോ കേൾക്കുന്നത്. വേറെ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ജേക്ക് പോൾ, മൈക്ക് ടൈസൺ ഒരു വലിയ ഓളം തന്നെ സൃഷ്ടിച്ചു, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കാരണം അതുകൊണ്ടാണ് പല ആളുകളും ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. മലയാളീസ് കോമ്പാറ്റിനെ കുറിച്ച് സംസാരിക്കാത്ത ആളുകൾ ഈ ടൈസൺ, ജേക്ക് പോളിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതേസമയം മറ്റ് നമ്മൾ സംസാരിക്കുന്ന, ഈ ചാനൽ സംസാരിക്കുന്ന UFC അല്ലെങ്കിൽ കിക്ക് ബോക്സിങ്, മുയ് തായ്, ഇതിനെയൊന്നും സംസാരിക്കുന്നില്ല. ആരും ഇതിനെക്കുറിച്ചൊന്നും അറിയുന്ന പോലുമില്ല. ഓക്കെ, എനിവേസ്, നൈസ് ടോക്കിംഗ് അബൌട്ട് ദിസ്. ഐ ഫെൽറ്റ് ഗുഡ്. ടേക്ക് കെയർ. ലൈക്ക്, ഫോളോ ആൻഡ് കമൻറ്റ്.